ഓക്കെ, അപ്പോൾ നമ്മൾ എ മൈനസ് ബി എഴുതി. എ മൈനസ് ബി ഈക്വൽ ടു 2 4 3 2 3 3. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ കഴിയും ഒരു രണ്ട് മെട്രിക്സ് തന്നിട്ട് എ മൈനസ് ബി കണ്ടുപിടിക്കുക, ബി മൈനസ് എ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ എ മൈനസ് ബി തന്നെ അല്ലേ ബി മൈനസ് എ, ഞാൻ എ മൈനസ് ബി കണ്ടുപിടിച്ചാൽ പോരെ, അത് തന്നെ അല്ലേ ബി മൈനസ് എ. ഒരിക്കലും അല്ല. മെട്രിക്സ് സബ്ട്രാക്ഷൻ്റെ കേസിൽ എ മൈനസ് ബി ബി മൈനസ് എയും ചിലപ്പോൾ ഈക്വൽ ആവണം നിർബന്ധമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ എ മൈനസ് ബി കണ്ടുപിടിച്ചു, നമ്മൾ ഇനി ബി മൈനസ് എ ഒന്ന് കണ്ടുപിടിച്ച് നോക്കും. ബി മൈനസ് എ എന്ന് പറയുമ്പോൾ ബിന്ന് എ ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അതെങ്ങനെയായിരിക്കും വരിക? 3 minus 5, 2 minus 6, 4 minus 7, 8 minus 10, 3 minus 6, 1 minus 4. എന്താണ് വരുന്നത്? -2, -4, -3, -2, -3, -3. ചെക്ക് ചെയ്ത് നോക്കൂ. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 2 4 3 2 3 3 ആണ്. ഇവിടെ വന്നത് എന്താണ്? -2 -4 -3 -2 -3 -3. ഇതാണ് ബി മൈനസ് എ വന്നത്. രണ്ട് മെട്രിക്സും സെയിം ആണോ? രണ്ട് മെട്രിക്സും സെയിം അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു മെട്രിക്സ് സെയിം ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് സെയിം ആണോ? ഇവിടെ നോക്കൂ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 2 ആണ്, ഇവിടെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം -2 ആണ്. ഒരിക്കലും ഈക്വൽ അല്ല. സോ ഈ രണ്ട് മെട്രിക്സും എന്തല്ല സെയിം അല്ല. അതുകൊണ്ട് തന്നെ എ മൈനസ് ബി എന്താവണമെന്നില്ല, എ മൈനസ് ബി ഈക്വൽ ടു ബി മൈനസ് എ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ അഡീഷൻ്റെ കേസിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അഡീഷൻ്റെ കേസിൽ എ പ്ലസ് ബി എന്ന് പറയുന്നത് എപ്പോഴും ഏതിന് ഈക്വലാണ്? ബി പ്ലസ് എക്ക് ഈക്വലാണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ പറഞ്ഞു, ബി പ്ലസ് എ കണ്ടുപിടിക്കാൻ പറഞ്ഞു. രണ്ടും സെയിം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കൂ. നമ്മൾ എ പ്ലസ് ബി കണ്ടുപിടിച്ചിട്ടുണ്ട്, ബി പ്ലസ് എ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ഏത് രീതിയിൽ വരും? ബി പ്ലസ് എ, ബിയിലോട്ടാണ് എ സം ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 2 + 1, 3 + 2, 1 + 3, 0 + 4, 7 + 5, 1 + 6. ഓക്കെ, ഇതിലോട്ട് ഇത് പ്ലസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, 2 + 1, 3 + 2, 1 + 3, 0 + 4, 7 + 5, 1 + 6. എന്തായിരിക്കും വരുന്നത്? 3 5 4 4 12 7. ഓക്കെ, രണ്ട് മെട്രിക്സും സെയിം ആണ്. 3 5 4 4 12 7 4 12 7. സോ അഡീഷൻ്റെ കേസിൽ രണ്ട് മെട്രിക്സും സെയിം ആണ്. ഓക്കെ, എ പ്ലസ് ബി ആണെങ്കിലും ബി പ്ലസ് എ ആണെങ്കിലും അഡീഷൻ്റെ കേസിൽ ഓൾവേസ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ അഡിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, സബ്ട്രാക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നമുക്ക് ഈ രീതിയിലുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ വരുന്നതാണ് എക്സാമിന്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് അടുത്ത ഒരു ഓപ്പറേഷൻ പറയാനുള്ളത്. അതിൻ്റെ തൊട്ട് മുന്നേ ഒരു ചെറിയൊരു മൾട്ടിപ്ലിക്കേഷൻ്റെ തന്നെ ഒരു സബായിട്ട് വരുന്നൊരു ഓപ്പറേഷൻ പറയാനുണ്ട്. സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ. സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ്, ഒരു 3 4 2 6 ഒരു മെട്രിക്സ് എ. ഈ മെട്രിക്സിനെ ഒരു സ്കാലാർ നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഒരു 5a എനിക്ക് കണ്ടുപിടിക്കണം. ഈ മെട്രിക്സ് എ ആണ്, ഇതിൻ്റെ ഒരു 5a കണ്ടുപിടിക്കണം. അതായത് സ്കാലാർ ഒരു നമ്പർ സ്കാലാർ 5 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 5 × 3 4 2 6 ഓരോ നമ്പറിനെയും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് എന്ത് വരും? 5 × 3 5 × 4 5 × 2 5 × 6 15 20 10 30. ഇതായിരിക്കും 5a വരിക. അതായത് ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സിനെ നിങ്ങൾക്ക് കെ എന്ന് പറയുന്ന ഒരു സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിലെ ഓരോ എലമെൻസിനെയും കെ എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് കെ എന്ന് പറയുന്ന എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ മെട്രിക്സിനെ കെ എന്ന് പറയുന്ന സ്കാലാർ കൊണ്ടുള്ള മൾട്ടിപ്ലൈഡ് മെട്രിക്സ് ആയിട്ട് കിട്ടും. ഓക്കെ, സോ മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിൻ്റെ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കൂ. ഒരു 1 2 3 4 5 6 ആണ് എൻ്റെ ഒരു മെട്രിക്സ് ബി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 2b കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എല്ലാ എലമെൻറ്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 1 2 × 2 2 × 3 2 × 4 2 × 5 2 × 6. അത്രേ ഉള്ളൂ. എന്ത് വരും? 2 4 6 8 10 12. ഇതായിരിക്കും 2b എന്ന് പറയുന്ന എൻ്റെ ബി എന്ന് പറയുന്ന മെട്രിക്സിനെ 2 എന്ന സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ടിങ് മെട്രിക്സ് ആയിട്ടുള്ള 2b. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് വരാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് ആണ്. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്യൂം ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കാലാർ ക്വാണ്ടിറ്റി. അതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് പറയാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് അഡിഷൻ ഓഫ് മെട്രിസസ് ആണ്. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് അഡിഷൻ ഓഫ് മെട്രിസസ്. ഓക്കെ,
അതായത് മെട്രിക്സ് അഡിഷന്റെ ചില പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മെട്രിക്സ് അഡിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കേസാണ്. രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് രണ്ട് മെട്രിക്സുകൾ സം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, കറസ്പോണ്ടിങ് എലമെന്റ്സ് സം ചെയ്തിട്ട് അതിനെ ഒരു പുതിയ മെട്രിക്സ് ആക്കിയിട്ട് ഫോം ചെയ്താൽ മതി. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി അതിൻ്റെ കേസിൽ, മെട്രിക്സ് അഡിഷൻ്റെ കേസിൽ നമുക്ക് ഒരു 4 പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ പ്രോപ്പർട്ടീസ് ആണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നുള്ളത് ഓരോന്ന് 1 by 1 ആയിട്ട് എഴുതിയിട്ട് നമുക്ക് ഓരോന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി വരുന്നത് addition of matrices is commutative. Addition of matrices is commutative. അതായത് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റിവിറ്റി ആണ്. അതായത് മെട്രിക്സ് അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഈ ടേം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടേം നമ്മൾ ഓർത്തു വെക്കണം, കമ്മ്യൂട്ടേറ്റീവ്. എക്സാമിന് ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് രണ്ട് മെട്രിക്സുകൾ തന്നിട്ട് ആ മെട്രിക്സ് അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പോൾ അവിടെ കമ്മ്യൂട്ടേറ്റീവ് എന്നുള്ള ടേം ആയിരിക്കും സ്ട്രൈക്ക് ചെയ്തിട്ട് വരിക. അപ്പോൾ നമ്മൾ ആ ടേമിനെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, സോ മെട്രിക്സ് അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോപ്പർട്ടി വരുന്നത് അസോസിയേറ്റീവ്. ഓക്കെ, സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റിവിറ്റി. തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, നമുക്ക് ഈ 4 പ്രോപ്പർട്ടീസ് ആണ് മെട്രിക്സ് അഡിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാറുള്ളത്. സോ കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. സോ നമ്മൾ ഈ ഓരോന്ന് 1 by 1 ആയിട്ട് ഓരോ പ്രോപ്പർട്ടീസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കേസാണ് കമ്മ്യൂട്ടേറ്റിവിറ്റി. അതായത് മെട്രിക്സ് അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. സോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്നുള്ളതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മെട്രിക്സ് എടുത്തു. ഞാൻ മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മെട്രിക്സുകളെ നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. സോ രണ്ട് മെട്രിക്സുകൾ എടുത്തു, എ ആൻഡ് ബി. സോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രണ്ട് മെട്രിക്സുകളെ എടുത്തിട്ട് അതിനെ A+B ചെയ്യുന്നതും അതേപോലെ തന്നെ B+A ചെയ്യുന്നതും ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റത്തെ മെട്രിക്സിനോട് രണ്ടാമത്തെ മെട്രിക്സ് സം ചെയ്ത് കഴിഞ്ഞാലും രണ്ടാമത്തെ മെട്രിക്സിനോട് ഫസ്റ്റ് മെട്രിക്സ് സം ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നത് സെയിം മെട്രിക്സ് ആണ് എന്നാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ വെച്ച് ഡിസ്കസ് ചെയ്യാം നമുക്ക്. ഒരു എക്സാമ്പിൾ, ഞാൻ എ എന്ന് പറയുന്ന മെട്രിക്സിന് ഒരു 1 2 3 4 എന്നുള്ള മെട്രിക്സ് എടുത്തു. ബി എന്ന് പറയുന്ന മെട്രിക്സിന് ഞാനൊരു 4 0 1 1 3 എന്ന മെട്രിക്സ് എടുത്തു. സോ ഞാൻ രണ്ട് മെട്രിക്സ് എടുത്തു, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ്. ഇനി എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് മെട്രിക്സുകൾ അഡിഷൻ ചെയ്യുമ്പോൾ അത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ട് മെട്രിക്സുകളെ A+B ചെയ്യുന്നതും B+A ചെയ്യുന്നതും തിരിച്ചും മറിച്ചും സം ചെയ്യുന്നത് ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. സോ ഇവിടെ ഞാൻ A+B ചെക്ക് ചെയ്യാണ്. A+B ഈക്വൽ ടു എന്ത് വരും? A+B ഈക്വൽ ടു എ എന്ന് പറയുന്ന മെട്രിക്സ്, ബി എന്ന് പറയുന്ന മെട്രിക്സ് അഡീഷൻ ചെയ്യാന്ന് പറയുന്നത് കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്ത് ചെയ്യുക, സം ചെയ്യുക. സോ 1 + 4, 1 + 4 മീൻസ് 5, 2 + 0, 2 + 0 ഈക്വൽ ടു 2, 3 + 1, 3 + 1 ഈക്വൽ ടു 4, 4 + 3, 4 + 3 ഈക്വൽ ടു 7. Okay, 4 + 3 ഈക്വൽ ടു 7. സോ A+B ഈക്വൽ ടു 5 2 4 7. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് B+A ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. B+A ഈക്വൽ ടു എന്ത് വരും? B+A എന്ന് പറയുമ്പോൾ B എന്ന മെട്രിക്സിനോട് A എന്ന മെട്രിക്സ് എന്ത് ചെയ്യണം, സം ചെയ്യണം. സോ അതെന്ത് വരും? 4 + 1, 4 + 1 ഈക്വൽ ടു 5, 0 + 2, 0 + 2 ഈക്വൽ ടു 2 and 1 + 3, 1 + 3 ഈക്വൽ ടു 4 and 3 + 4, 3 + 4 ഈക്വൽ ടു 7. സോ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കൂ. A+B എന്ന് പറയുന്ന മെട്രിക്സ് 5 2 4 7 ആണ്. B+A എന്ന് പറയുന്ന മെട്രിക്സും 5 2 4 7 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് മെട്രിക്സും ഈക്വൽ ആണ്. നമ്മൾ ഈക്വാലിറ്റി ഓഫ് മെട്രിക്സസും ഡിസ്കസ് ചെയ്ത കേസാണ്. രണ്ട് മെട്രിക്സ് ഈക്വൽ ആവുന്നത് എപ്പോഴാണ്? കറസ്പോണ്ടിങ് എലമെന്റ്സ്
ഈക്വലായി വരുമ്പോഴാണ്. ഇവിടെ നോക്കൂ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെന്റ് 5 ആണ്, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെന്റ് 5 ആണ്, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എലമെന്റ് 2 ആണ്, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എലമെന്റ് 2 ആണ്, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എലമെന്റ് 4 ആണ്, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എലമെന്റ് 4 ആണ്, സെക്കൻഡ് റോ സെക്കൻഡ് കോളം എലമെന്റ് 7 ആണ്, സെക്കൻഡ് റോ സെക്കൻഡ് കോളം എലമെന്റ് 7 ആണ്. ഓക്കെ, സോ എ പ്ലസ് ബിയും ബി പ്ലസ് എയും സെയിം മെട്രിക്സ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് എന്ത് എഴുതാൻ കഴിയും? എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ. ഓക്കെ, ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മെട്രിക്സ് അഡിഷന്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ രണ്ട് മെട്രിക്സുകൾ തന്നിട്ട് അതിന്റെ അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റിവിറ്റി ഇൻ അഡിഷൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി? രണ്ട് മെട്രിക്സ് സം ചെയ്യുക, അതേപോലെ രണ്ട് മെട്രിക്സ് തിരിച്ച് സം ചെയ്യുക. ആ രണ്ട് മെട്രിക്സിന് ഓരോ പേര് നമ്മൾ ഡിനോട്ട് ചെയ്യുക, എ ബി, എന്നിട്ട് ആ എ പ്ലസ് ബി കാണാം, ബി പ്ലസ് എ കാണാം, രണ്ട് ഈക്വൽ ആണെന്ന് കാണിക്കുക. അപ്പോൾ നമുക്ക് ആ രണ്ട് മെട്രിക്സും ഈക്വൽ ആകുമ്പോൾ സം ചെയ്യുമ്പോൾ ഈക്വൽ ആകുമ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്നുള്ളത് പ്രൂവ് ആയി കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കമ്മ്യൂട്ടേറ്റിവിറ്റി എന്നത് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. നെക്സ്റ്റ് പറയുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അസോസിയേറ്റിവിറ്റി ആണ്. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അസോസിയേറ്റിവിറ്റി. ഓക്കെ, അതായത് മെട്രിക്സ് അഡിഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്, അതിൻ്റെ കൂടെ തന്നെ അസോസിയേറ്റീവ് ആണ്. അസോസിയേറ്റീവ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റിവിറ്റി പോലെ മറ്റൊരു പ്രോപ്പർട്ടി. ഓക്കെ, ഇനി അതെന്താണെന്നുള്ളത് ഞാൻ ടേമിൽ അതിൻ്റെ ലെറ്റേഴ്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ, അതായത് എ പ്ലസ് ബി, മൂന്ന് മെട്രിക്സുകളെ ഞാൻ കൺസിഡർ ചെയ്യാണ്. മൂന്ന് മെട്രിക്സ്, നേരത്തെ രണ്ട് മെട്രിക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്ത്, ഇവിടെ ആ മൂന്ന് മെട്രിക്സ് കൺസിഡർ ചെയ്യാണ്. എ ബി സി മൂന്ന് മെട്രിക്സുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ മെട്രിക്സുകൾ അഡീഷണൽ അസോസിയേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സിമ്പിളായിട്ട് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഇത് പ്രൂവ് ചെയ്താൽ മതി. ഇത് പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഈ ബ്രാക്കറ്റ് ഇട്ട് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ അസോസിയേറ്റിവിറ്റി പ്രൂവ് ചെയ്യണമെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി, ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ഫസ്റ്റ് ചെയ്യണം. അതായത് ഇവിടുത്തെ കേസിൽ ആദ്യം എയും ബിയും നമ്മൾ എന്ത് ചെയ്യാം? പ്ലസ് ചെയ്യാം. എന്നിട്ട് ആ കിട്ടിയ ആൻസറിലോട്ട് ആരെ പ്ലസ് ചെയ്യാം? സി പ്ലസ് ചെയ്യാം. ഇനി ഈ സൈഡിൽ എങ്ങനെ ചെയ്യും? ആദ്യം നമ്മൾ ബിയും സിയും ഫസ്റ്റ് പ്ലസ് ചെയ്ത് വെക്കും, എന്നിട്ട് എയും ഇവിടെ കിട്ടുന്ന ആൻസറും തമ്മിൽ എന്ത് ചെയ്യും? പ്ലസ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആണെന്നാണ് അസോസിയേറ്റിവിറ്റി എന്ന പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഒരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഒരു 1 2 3 4 എടുക്കുകയാണ്. ഇത് ഞാൻ എപ്പോഴും 2/2 എടുക്കുന്നത് 2/2 കുറച്ചും കൂടി പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, പിന്നെ നമുക്ക് കുറച്ചും കൂടി ടൈം ലാഭിക്കുക എന്നുള്ളത് കൊണ്ടാണ്. 3/3 ഒക്കെ വെച്ച് ചെയ്യാം. നിങ്ങൾ 3/3 ആയിട്ട് ഒരു 3 എക്സാമ്പിൾ, 3 മെട്രിക്സുകൾ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇതേ റിസൾട്ട് ഹോൾഡ് ചെയ്യും, ഇതേ പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യും. സോ 3/3 ഇത് സാറ്റിസ്ഫൈ ആവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ് അസോസിയേറ്റിവിറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എ എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട് ഞാൻ എടുത്തത് 1 2 3 4 ആണ്. ഞാൻ ബി എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സ് എടുക്കുകയാണ്, ഒരു 2 4 5 0 എടുക്കാം. അതേപോലെ സി എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സിന് എടുക്കാം, 2 1 3 8. ഓക്കെ, നോക്കൂ, എനിക്ക് അസോസിയേറ്റിവിറ്റി പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് പ്രൂവ് ചെയ്യണം? എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, ഞാൻ ചെയ്യാണ്. ഞാൻ പറഞ്ഞു ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്താണോ അതിനാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഫസ്റ്റ് എയും ബിയും പ്ലസ് ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസറിലോട്ടാണ് സീനെ പ്ലസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരുന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എയും ബിയും പ്ലസ് ചെയ്യണം. എയും ബിയും പ്ലസ് ചെയ്താൽ എന്ത് വരും? എ പ്ലസ് ബി എന്ത് വരും? എ പ്ലസ് ബി വരുന്നത് 1 + 2. 1 + 2 ഈക്വൽ ടു 3. 2 + 4. 2 + 4 ഈക്വൽ ടു 6. 3 + 5. 3 + 5 ഈക്വൽ ടു 8. 4 + 0. 4 + 0 ഈക്വൽ ടു 4. ഇതാണ് എ പ്ലസ് ബി വരുന്നത്. ഇനി അതേപോലെ തന്നെ എ പ്ലസ് ബിയിലോട്ടാണ് അടുത്തത് നമ്മൾ ആരെ പ്ലസ് ചെയ്യേണ്ടത്? സീനെ പ്ലസ് ചെയ്യേണ്ടത്. എ പ്ലസ് ബി എന്ന ആൻസർ കിട്ടിക്കഴിഞ്ഞു, ഇനി അതിലോട്ട് നമ്മൾ സീനെ പ്ലസ് ചെയ്യണം. അപ്പോൾ ഇത് വരും എ പ്ലസ് ബി പ്ലസ് സി. അതിൻ്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്ന മെട്രിക്സ് എന്തായിരിക്കും? എ പ്ലസ് ബിയിലോട്ടാണ് നിങ്ങൾ സീനെ പ്ലസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് വരും? 3 + 2. 3 + 2 ഈക്വൽ ടു 5. 6 + 1. 6 + 1 ഈക്വൽ ടു 7. 8 + 3. 8 + 3 ഈക്വൽ ടു 11. 4 + 8. 4 + 8 ഈക്വൽ ടു 12. ഓക്കെ, സോ എ പ്ലസ് ബി പ്ലസ് സി എന്നുള്ള മെട്രിക്സ് എനിക്ക് കിട്ടി. അതായത് ഈ ഒരു ലെഫ്റ്റ് സൈഡ് വേണ്ട മെട്രിക്സിനെ എനിക്ക് കിട്ടി. അസോസിയേറ്റിവിറ്റി
പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെഫ്റ്റ് സൈഡിലുള്ള മെട്രിക്സ് എനിക്ക് കിട്ടി 5 7 11 12. ഇനി റൈറ്റ് സൈഡിൽ വരുന്നതും ഇതേ മെട്രിക്സ് ആണ് എന്നാണ് കാണിക്കേണ്ടത്. അതായത് 5 7 11 12 ആണ് റൈറ്റ് സൈഡിൽ വരുന്ന മെട്രിക്സ് എന്ന് കാണിച്ചാൽ മതി. അതിന് ഞാൻ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് റൈറ്റ് സൈഡിലെ കേസ് നോക്കൂ. റൈറ്റ് സൈഡിൽ ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ബി പ്ലസ് സിക്കാണ്. ഓക്കെ, അതായത് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. സോ ഇവിടെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വരുന്നത് ബി പ്ലസ് സി ആണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് നമ്മൾ ബി പ്ലസ് സി ചെയ്യണം. അപ്പോൾ ബി പ്ലസ് സി എന്താണ് വരുന്നത്, ബി പ്ലസ് സി ഈക്വൽ ടു ബി പ്ലസ് സി, ബി അവിടെ ബി ഇതാക്കുന്നു, സി ഇവിടെ ഉണ്ട്. അപ്പോൾ ബി പ്ലസ് സി ചെയ്യുമ്പോൾ ഇത് വരും 2 + 2, 2 + 2 ഈക്വൽ ടു 4, 4 + 1, 4 + 1 ഈക്വൽ ടു 5, 5 + 3, 5 + 3 ഈക്വൽ ടു 8, 0 + 8, 0 + 8 ഈക്വൽ ടു 8. സോ ബി പ്ലസ് സി എന്ന മെട്രിക്സ് വരുന്നത് 4 5 8 8. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം, ബി പ്ലസ് സി എന്നുള്ള മെട്രിക്സ് നമ്മൾ കിട്ടി. ഇനി എ എന്ന മെട്രിക്സിലോട്ട് ബി പ്ലസ് സി എന്ന മെട്രിക്സിനെ നമ്മൾ സം ചെയ്ത് കൊടുക്കണം. അതായത് എ എന്ന മെട്രിക്സുമായിട്ട് ബി പ്ലസ് സി എന്ന റിസൾട്ടിങ് മെട്രിക്സ് നമ്മൾ സം ചെയ്ത് കൊടുക്കുക. അതെങ്ങനെ ചെയ്യുന്നത്, എ പ്ലസ് ബി പ്ലസ് സി, എ പ്ലസ് ബി പ്ലസ് സി എന്ത് വരും, എ എന്ന് പറയുന്നത് 1 2 3 4 ആണ്. അപ്പോൾ 1 2 3 4 പ്ലസ് നമ്മുടെ ബി പ്ലസ് സി ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും, എ പ്ലസ് ബി പ്ലസ് സി ആകുമ്പോൾ 1 + 4, 1 + 4 ഈക്വൽ ടു 5. ഇനി 2 + 5, എന്റെ ഫസ്റ്റ് റോയിൽ സെക്കൻഡ് പ്രോഡക്റ്റ് 2 ആണ്, ബി പ്ലസ് സിന്റെ ഫസ്റ്റ് റോയിൽ സെക്കൻഡ് പ്രോഡക്റ്റ് 5 ആണ്. അപ്പോൾ 2 + 5 ഈക്വൽ ടു 7. ഇനി 3 + 8, എ പ്ലസ് ബി പ്ലസ് സി അല്ലേ, അപ്പോൾ 3 + 8, 3 + 8 മീൻസ് 11 ആൻഡ് 4 + 8, 4 + 8 വിൽ ബി 12. ഓക്കെ, അപ്പോൾ നോക്കൂ, എ പ്ലസ് ബി പ്ലസ് സി എന്ന മെട്രിക്സും എ പ്ലസ് ബി പ്ലസ് സി എന്ന മെട്രിക്സും എന്താണ്, സെയിം ആണ്. 5 7 11 12 എന്നുള്ളതാണ്. അതായത് നമ്മൾ അസോസിയേറ്റിവിറ്റി എന്ന പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ പ്രൂവ് ചെയ്തത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതായത് നമ്മൾ ആദ്യം രണ്ട് മെട്രിക്സുകളെ പ്ലസ് ചെയ്തിട്ട് മൂന്നാമത്തെ മെട്രിക്സ് അതിലോട്ട് ആഡ് ചെയ്യുന്നതും ലാസ്റ്റ് രണ്ട് മെട്രിക്സുകളെ പ്ലസ് ചെയ്തിട്ട് ഒന്നാമത്തെ മെട്രിക്സുമായിട്ട് ആഡ് ചെയ്യുന്നത് സെയിം ആണ് എന്നാണ് അസോസിയേറ്റിവിറ്റി പറയുന്നത്. സോ അവിടെ നമുക്ക് എന്ത് കിട്ടി, എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, സോ ഇതാണ് അസോസിയേറ്റിവിറ്റി എന്ന പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പ്രോപ്പർട്ടിയും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഈ ടേമുകൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ, അതായത് കമ്മ്യൂട്ടേറ്റിവിറ്റി, കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഇത്തരം ടേമുകളായിരിക്കും ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രൂവ് ചെയ്യുക, അസോസിയേറ്റിവിറ്റി പ്രൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ടേമുകൾ മനസ്സിലാക്കി വെക്കണം. അതിനോട് കൂടെ തന്നെ അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഇതുപോലെ തന്നെ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും ഈ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. ആ മൾട്ടിപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ രണ്ട് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തു, കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് എക്സിസ്റ്റൻസ് ഓഫ് additive identity. ഓക്കെ, മൂന്നാമത്തേതാണ് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. ഇനി എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കയ്യിൽ ഒരു മെട്രിക്സ് ഉണ്ടാവും. ആ മെട്രിക്സിലോട്ട് നമ്മൾ മറ്റൊരു മെട്രിക്സിനെ സം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു മെട്രിക്സ് ഉണ്ട്, ആ മെട്രിക്സിനോട് മറ്റൊരു മെട്രിക്സ് സം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള മെട്രിക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ കയ്യിലൊരു മെട്രിക്സ് ഉണ്ട്, എ എന്ന് പറയുന്ന മെട്രിക്സ്. ഈ മെട്രിക്സിലോട്ട് നിങ്ങൾ വേറൊരു ബി എന്ന മെട്രിക്സ് സം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ തന്നെ കിട്ടണം, എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നെ റിസൾട്ട് ആയിട്ട്, ആൻസർ ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ ഈ ബി എന്ന മെട്രിക്സിനെ നമുക്ക് അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയാം. അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ആഡ് ചെയ്യുന്നത് ആ മെട്രിക്സ് സം ചെയ്ത് കഴിഞ്ഞാലും ആഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള മെട്രിക്സ് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബി എന്നതിന് നമുക്ക് അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയും. ഇനി അഡിറ്റീവ് ഐഡന്റിറ്റി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സിമ്പിളാണ്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനൊരു മെട്രിക്സ് എടുത്തു 1 2 3 4. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ മെട്രിക്സിലോട്ട് എനിക്ക് മറ്റൊരു മെട്രിക്സ് ആഡ് ചെയ്യണം. ഈ മെട്രിക്സിലോട്ട് മറ്റൊരു മെട്രിക്സ് സം ചെയ്യണം. സം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടേണ്ട മെട്രിക്സ് എന്ത് തന്നെയാണോ, 1 2 3 4 തന്നെ ആൻസർ വരണം. അതിനാണെങ്കിൽ ഇവിടെ വരുന്ന മെട്രിക്സ് എന്തായിരിക്കും നമുക്കറിയാം. ഒരു മെട്രിക്സിലോട്ട് ഒരു നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് നമ്പർ ആഡ് ചെയ്തതാണ് നമ്മൾ ഇവിടെ എഴുതുക. അപ്പോൾ 1നോട്ട് ഒരു നമ്പർ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 1 തന്നെ വരണം.
അതായത് ഇവിടെ എ എന്ന നമ്പർ ആണെന്നുണ്ടെങ്കിൽ 1നോട് എ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ എ എന്നത് ഏത് നമ്പർ ആയിരിക്കും? 1നോട് ഏത് നമ്പർ പ്ലസ് ചെയ്താലാണ് 1 തന്നെ ആൻസർ വരുന്നത്? 0. അതായത് 1 + 0 ആണ് 1. ഇനി 2 + 0 ആണ് 2, 3 + 0 ആണ് 3, 4 + 0 ആണ് 4. അപ്പോൾ ഈ മാട്രിക്സിനെയാണ് നമ്മൾ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 2x2 മാട്രിക്സിന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. 2x2 മാട്രിക്സ് ഒക്കെ നമ്മൾ ഓർഡർ ഒക്കെ ഡിസ്കസ് ചെയ്താണ്. 2 റോയും 2 കോളവും മാത്രം വരുന്ന മാട്രിക്സുകളെയാണ് 2x2 മാട്രിക്സ് എന്ന് പറയുക. അപ്പോൾ ഈ 2x2 മാട്രിക്സിന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 0 0 0 0. ഓക്കെ, നിങ്ങൾ ഏത് 2x2 മാട്രിക്സ് എടുത്താലും അതിലോട്ട് 0 0 0 സം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാട്രിക്സ് അതേ മാട്രിക്സ് തന്നെ ആയിരിക്കും, മാറ്റൊന്നും വരില്ല. ഇനി ഈ 0 മാട്രിക്സുകളെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഒരു ലെറ്റർ എന്ന് പറയുന്നത് O എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ 0 മാട്രിക്സുകളെ ഡിനോട്ട് ചെയ്യുക. ഇത് 0 അല്ല, O എന്ന് പറയുന്ന അല്ലെങ്കിൽ 0 എന്നുള്ള ഒരു ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ 0 മാട്രിക്സുകളെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? A plus O equal to A plus O equal to A. അതായത് A എന്ന് പറയുന്ന മാട്രിക്സിലോട്ട് നിങ്ങൾ 0 മാട്രിക്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് A എന്ന് പറയുന്ന മാട്രിക്സ് തന്നെ ആയിരിക്കും. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ഒരു 0 മാട്രിക്സിനെ, ഇതിനെ 0 മാട്രിക്സ് എന്നാണ് പറയാ. ഈ 0 മാട്രിക്സിനെയാണ് നമ്മൾ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാട്രിക്സ് അഡിഷന്റെ കേസിൽ അഡിറ്റീവ് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മാട്രിക്സ് അഡിഷൻ, 2 മാട്രിക്സുകൾ ആഡ് ചെയ്യുമ്പോൾ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു മാട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ അഡിറ്റീവ് ഐഡന്റിറ്റി ഏതാണ്? 0 0 0 0. ഇനി നമുക്ക് ഒരു 3x3 മാട്രിക്സ് എടുത്ത് നോക്കൂ. 3x3 മാട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9. ഞാൻ ഒരു 3x3 മാട്രിക്സ് എടുത്തു. ഇതിന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്തായിരിക്കും? നിങ്ങൾ ഇത് രണ്ടും സം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തന്നെ വരണം? 1 2 3 4 5 6 7 8 9. ഈ മാട്രിക്സ് തന്നെ റിസൾട്ട് ആയിട്ട് ആൻസർ ആയിട്ട് ഈ മാട്രിക്സ് തന്നെ കിട്ടണം. ഈ മാട്രിക്സിനോട് ഒരു മാട്രിക്സ് സം ചെയ്യുമ്പോൾ ഈ മാട്രിക്സ് തന്നെ വരണം, അതായത് ഈ മാട്രിക്സ് തന്നെ വരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന മാട്രിക്സ് ഏതായിരിക്കും? 3x3 ഓർഡറുള്ള ഒരു 0 മാട്രിക്സ്, അതായത് 0 0 0 0 0 0 0 0 0. 1 + 0 = 1, 2 + 0 = 2, 3 + 0 = 3. എല്ലാവരും പോലെ തന്നെ. സോ നമുക്ക് ഇതിനെ എന്ത് പറയാം? 3x3 ഓർഡറുള്ള അഡിറ്റീവ് ഐഡന്റിറ്റി ആണിത്. നമുക്ക് ഏത് ഓർഡറിലുള്ള അഡിറ്റീവ് ഐഡന്റിറ്റീസ് എഴുതാവുന്നേ ഉള്ളൂ. ആ ഓർഡറിലുള്ള ഒരു 0 മാട്രിക്സിനെ എഴുതി വെച്ചാൽ മതി. സോ ഇതാണ് അടുത്ത പ്രോപ്പർട്ടി, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. ഓക്കെ, ഇനി ഏറ്റവും ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് മാട്രിക്സ് അഡിഷന്റെ ഏറ്റവും ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. അത് ചെറിച്ച് എഴുതിയത് കൊണ്ട് ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട. ഇവിടെ നമുക്ക് ആ പ്രോപ്പർട്ടീസ് നമ്മൾ ഓരോന്നിങ്ങനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുറച്ച് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്, ഇതാണ് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട മാട്രിക്സ് അഡിഷന്റെ ഒരു പ്രോപ്പർട്ടി. ഇതുപോലെ തന്നെയാണ് അഡിറ്റീവ് ഐഡന്റിറ്റി പോലെയുള്ള മറ്റൊരു കേസ്, അഡിറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, അഡിറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങളൊരു മെട്രിക്സ് എടുക്കണം. ആ മെട്രിക്സിലോട്ട് നിങ്ങൾ മറ്റൊരു മെട്രിക്സിനെ സം ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് 0 മെട്രിക്സ് ആൻസർ ആയിട്ട് കിട്ടണം. ഓക്കെ, അതായത് നിങ്ങളൊരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ A എന്ന മെട്രിക്സ് എടുത്തു. ഈ മെട്രിക്സിലോട്ട് നിങ്ങൾ B എന്നൊരു മെട്രിക്സിനെ സം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് അഡിറ്റീവ് ഐഡന്റിറ്റി ആയിട്ടുള്ള 0 മെട്രിക്സ് വരണം. അഡിറ്റീവ് ഐഡന്റിറ്റി ഏതായിരുന്നു? 0 മെട്രിക്സ് ആയിരുന്നു അഡിറ്റീവ് ഐഡന്റിറ്റി. ഏതൊരു മെട്രിക്സിലോട്ടും 0 മെട്രിക്സ് സം ചെയ്യുമ്പോഴാണ് ആ മെട്രിക്സ് തന്നെ കിട്ടുന്നത്. സോ അഡിറ്റീവ് ഐഡന്റിറ്റി 0 മെട്രിക്സ് ആയിരുന്നു. സോ ഇവിടെ പറയുന്നത് അഡിറ്റീവ് ഇൻവേഴ്സിന്റെ കേസിൽ നിങ്ങളൊരു മെട്രിക്സ് എടുക്കണം. ആ മെട്രിക്സിലോട്ട് നിങ്ങൾ മറ്റൊരു മെട്രിക്സിനെ സം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് എന്ത് കിട്ടണം? ആൻസർ ആയിട്ട് വരേണ്ട മെട്രിക്സ് 0 മെട്രിക്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ B എന്ന മെട്രിക്സിനെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയും. A എന്ന് പറയുന്ന മെട്രിക്സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയും. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കും. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. നോക്കൂ, ഞാനൊരു A എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട് ഞാനൊരു 1 2 3 4 എടുത്തു. നിങ്ങൾക്ക് ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാട്ടോ. ഞാൻ 1 2 3 4 ഇങ്ങനെ എല്ലാത്തിനും ഇത് യൂസ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ്. 3x3 എടുക്കാം, 4x4 എടുക്കാം, ഏത് ഓർഡറിലും എടുക്കാം, ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. സോ A എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ 1 2 3 4 എടുത്തു. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ A എന്ന് പറയുന്ന മെട്രിക്സിലോട്ട് നിങ്ങൾ ഒരു മെട്രിക്സിനെ സം ചെയ്യണം. അതായത് A എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്.
എ എന്ന് പറയുന്ന മെട്രിക്സിലൂടെ നിങ്ങളൊരു മെട്രിക്സ് സം ചെയ്യണം. സം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് എന്ത് മെട്രിക്സ് കിട്ടണം? ആൻസർ ആയിട്ട് നിങ്ങൾക്ക് 0 മെട്രിക്സ് കിട്ടണം. അതായത് 2/2, ഇതിന്റെ ഓർഡർ 2/2 ആണല്ലോ. അപ്പോൾ 2/2 ഓർഡറുള്ള ഒരു 0 മെട്രിക്സ് കിട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സ് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഈ മെട്രിക്സിനെ ഈ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയാം. ഓക്കെ, സോ ഈ മെട്രിക്സ് എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 1നോട് ഏത് നമ്പർ നമ്മളൊരു എ എന്ന് എടുത്തു കഴിഞ്ഞാൽ 1നോട് ഏത് നമ്പർ പ്ലസ് ചെയ്യുമ്പോഴാണ് 0 വരുന്നത്? 1നോട് എ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. സോ 1നോട് ഏത് നമ്പർ പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 0 കിട്ടുന്നത്? 1 പ്ലസ് -1. ഓക്കെ, അതായത് ഇവിടെ ആര് വരും? ഇവിടെ -1 ആയിരിക്കും വരിക. അതായത് 1 പ്ലസ് -1 ആണ് 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 2 പ്ലസ് -2 ആണ് 0. ഓക്കെ, ഇവിടെ എന്ത് വരും? 3 പ്ലസ് -3 ആണ് 0. ഓക്കെ, ഇവിടെ എന്ത് വരും? 4 പ്ലസ് -4 ആണ് 0 വരുന്നത്. സോ നോക്കൂ, എ എന്ന് പറയുന്ന മാട്രിക്സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് -1 -2 -3 -4 ഇതായിരിക്കും. എ എന്ന് പറയുന്ന മാട്രിക്സ് നമ്മൾ എടുത്തത് എന്താ? 1 2 3 4. അഡിറ്റീവ് ഇൻവേഴ്സ് ആയിട്ട് വന്ന ഈ മെട്രിക്സിലോട്ട് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കൂ. ഈ മെട്രിക്സ് എന്ന് പറയുന്നത് -1 -2 -3 -4 ഇത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 0 മെട്രിക്സ് കിട്ടും. ഈ രണ്ട് മെട്രിക്സും തമ്മിൽ ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഇതിലെല്ലാ എലമെന്റ്സിന്റെയും നേരെ ഓപ്പോസിറ്റ്, അതായത് ഓപ്പോസിറ്റ് സൈൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് 1 വന്നു, ഇവിടെ -1 വന്നു, ഇവിടെ 2 വന്നു, ഇവിടെ -2 വന്നു, ഇവിടെ 3 വന്നു, ഇവിടെ -3 ആണ് വന്നത്, ഇവിടെ 4 വന്നു, ഇവിടെ -4 ആണ് വന്നിട്ടുള്ളത്. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിനോട് അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ഉള്ള മെട്രിക്സ് സം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 0 മെട്രിക്സ് കിട്ടുന്നത് അല്ലേ? ഈ മെട്രിക്സിന് നമുക്ക് -a എഴുതാം. അതായത് എന്റെ നെഗറ്റീവ് മെട്രിക്സ് ആണല്ലോ. അതിന്റെ എല്ലാ നമ്പേഴ്സിന്റെ എല്ലാ എലമെന്റ്സിന്റെയും നെഗറ്റീവ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എ എന്ന മെട്രിക്സിനോട് അതേ മെട്രിക്സിന്റെ നെഗറ്റീവ് മെട്രിക്സ് സം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 0 മെട്രിക്സ് കിട്ടുന്നത്. അപ്പോൾ 0 മെട്രിക്സ് കിട്ടുന്നത് എനോട് അതിന്റെ നെഗറ്റീവ് മെട്രിക്സ് സം ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് പറയാം? അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, അഡിറ്റീവ് ഇൻവേഴ്സ് അതായത് മെട്രിക്സ് അഡിഷന്റെ കേസിൽ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ മെട്രിക്സിന് ഒരു അഡിറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, ആ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ എടുത്ത മെട്രിക്സിന്റെ നേരെ ഓപ്പോസിറ്റ് സൈനിലുള്ള മെട്രിക്സ്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു മെട്രിക്സ് എടുത്ത് വിചാരിക്കും, ഒരു ബി എന്ന മെട്രിക്സ് ആയിട്ട് നിങ്ങളൊരു -1 2 0 4 ഇങ്ങനെ ഒരു മെട്രിക്സ് എടുത്തു. അങ്ങനെയാണ് ഇതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? ഇതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് -b ആണ്. -b എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈനുള്ള മെട്രിക്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ -1 ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ +1 സിംപ്ലി 1. ഇവിടെ -1 ആകുമ്പോൾ നമ്മൾ അതിന്റെ സൈന് മാറ്റി കൊടുക്കുക. അഡിറ്റീവ് ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് അതിന്റെ സൈന് മാറ്റി കൊടുക്കുക. ഇവിടെ 2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് -b എന്നുള്ള അതിന്റെ സ്ഥാനത്ത് ഇവിടെ -2, ഇവിടെ 0 ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ 0 തന്നെ, മാറ്റൊന്നുമില്ല. ഇനി ഇവിടെ 4 ആണ്. 4ന്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറയുമ്പോൾ -4. അപ്പോൾ നോക്കൂ, ബിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് -b എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. ആ മെട്രിക്സ് ഇതായിരിക്കും. ഇനി നിങ്ങൾ ഈ രണ്ട് മെട്രിക്സ് ഒന്ന് സം ചെയ്ത് നോക്കൂ. b പ്ലസ് -b ഒന്ന് ചെയ്ത് നോക്കൂ. അതായത് b എന്ന മെട്രിക്സും -b എന്ന മെട്രിക്സും ഒന്ന് സം ചെയ്ത് നോക്കൂ. 0 മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. -1 പ്ലസ് 1 -1 പ്ലസ് 1 2 പ്ലസ് -2 2 പ്ലസ് -2 0 പ്ലസ് 0 0 പ്ലസ് 0 4 പ്ലസ് -4 4 പ്ലസ് -4. ഇനി എന്താണ് വരുന്നത്? -1 പ്ലസ് 1 എന്താണ്? -1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 0. 2 പ്ലസ് -2 എന്ന് പറയുന്നത് 0. 0 പ്ലസ് 0 എന്ന് പറയുന്നത് 0. 4 പ്ലസ് -4 എന്ന് പറയുന്നത് 0. സോ നമുക്ക് ബി എന്ന മെട്രിക്സിനോട് അതിന്റെ ഓപ്പോസിറ്റ് സൈനിലുള്ള മെട്രിക്സ് -b സം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 0 മെട്രിക്സ് കിട്ടി. അതിനർത്ഥം ബിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് -b. ഓക്കെ, സോ നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ മറന്നു പോകരുത്. കമ്മ്യൂട്ടേറ്റിവിറ്റി എന്താണ്? അസോസിയേറ്റിവിറ്റി എന്താണ്? അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ 0 മെട്രിക്സിനെയാണ് അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള മെട്രിക്സ് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈനിലുള്ള മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയാം. ഞാൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള മെട്രിക്സും അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സും സം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന 0 മെട്രിക്സ് കിട്ടും.
ഓക്കെ ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസ് ഓഫ് അഡിഷൻ ഓഫ് മെട്രിക്സസ്. അഡിഷൻ്റെ പ്രോപ്പർട്ടീസ്, മെട്രിക്സ് അഡിഷൻ്റെ പ്രോപ്പർട്ടീസ് ഈ പറയുന്ന 4 പ്രോപ്പർട്ടീസ് ആണ്. ഇത് ഓർത്ത് വെക്കണം. എക്സാമിന് ഇങ്ങനെ പേര് തന്നിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. നമ്മൾ ആ പേരുകൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അതായത് ഇവിടെ നോക്കൂ, 3 മെട്രിക്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓർഡർ എന്താണ്? ഈ മെട്രിക്സുകളുടെ ഒക്കെ ഓർഡർ 2 കോളംസ്, സോറി 2 റോ 3 കോളം. എല്ലാ മെട്രിക്സുകളുടെ ഓർഡർ 2/3 ആണ്. 2 റോ 3 കോളംസ്. എല്ലാ മെട്രിക്സുകളുടെ ഓർഡർ 2/3 ആണ്. 2/3 ആണ്. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സ് അഡീഷൻ പോസിബിൾ ആണ്. മെട്രിക്സുകളെ സം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം ഓർഡർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അഡീഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഇനി മെട്രിക്സുകളുടെ കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെട്രിക്സുകളുടെ കേസിൽ ഈ 3 പ്രോപ്പർട്ടീസ് 4 പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അതായത് കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി, അഡിറ്റീവ് ഐഡന്റിറ്റി, അഡിറ്റീവ് ഇൻവേഴ്സ്. ഈ 4 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് കമ്മ്യൂട്ടേറ്റിവിറ്റി ആണ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? കമ്മ്യൂട്ടേറ്റീവ്, അതായത് 2 മെട്രിക്സുകൾ കമ്മ്യൂട്ടേറ്റീവിൻ്റെ കേസാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 2 കേസ് മതി. കമ്മ്യൂട്ടേറ്റീവ് 2 മെട്രിക്സ് മതി. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു എക്സാമ്പിൾ ആണ്. അതായത് ഇവിടെ 3 മെട്രിക്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട്, എ, ബി ആൻഡ് സി. ഇനി എനിക്കിവിടെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 മെട്രിക്സുകളുടെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 4 പ്രോപ്പർട്ടീസ് അഡിഷൻ്റെ കേസിൽ ഈ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളത് കാണിക്കണം. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്തായിരുന്നു? കമ്മ്യൂട്ടേറ്റിവിറ്റി. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റിവിറ്റി ആണ്. അപ്പോൾ ഞാൻ കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മെട്രിക്സുകൾ മതി. 2 മെട്രിക്സുകളുടെ എ പ്ലസ് ബിയും ബി പ്ലസ് സിയും സെയിം ആണെന്ന് കാണിച്ചാൽ മതി. സോ ഇവിടെ ഞാൻ 2 മെട്രിക്സ് എടുക്കുന്നത് എയും ബിയും കൺസിഡർ ചെയ്യാം. സോ നമുക്ക് കമ്മ്യൂട്ടേറ്റിവിറ്റി കേസിൽ എങ്ങനെ പ്രൂവ് ചെയ്യേണ്ടത്? എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് സി. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ശരിയാവുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും വരുന്നത്? ആലോചിച്ചു. എ പ്ലസ് ബി എന്ന് പറയുന്നത് എയിലോട്ട് നമ്മൾ ബിനെ പ്ലസ് ചെയ്യണം. അപ്പോൾ 1 + 5 ഈക്വൽ ടു 6. 3 + 1 = 4. 5 + 3 ഈക്വൽ ടു 8. 5 + 6 ഈക്വൽ ടു 11. -1 + -1 അതായത് -1 + -1 അതായിരിക്കും വരുന്നത്. -1 + -1 എന്ന് പറഞ്ഞാൽ -2. ഇനി -1 + 2 അതെന്തായിരിക്കും വരുന്നത്? -1 + 2 എന്ന് പറയുന്നത് 1. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? 6 4 8 11 6 4 8 11 -2 1. ഓക്കെ, ഇനി എ പ്ലസ് ബി എന്ന മാട്രിക്സ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്തത് എന്താ വേണ്ടത്? ബി പ്ലസ് സി. ബി പ്ലസ് സി എന്ന് പറയുമ്പോൾ ബി പ്ലസ് എ കമ്മ്യൂട്ടേറ്റിവിറ്റി ആണല്ലോ. അപ്പോൾ എ പ്ലസ് ബിയും ബി പ്ലസ് ഇവിടെ എ ആണ്. ഞാൻ സി എന്നുള്ളത് മാറി എഴുതിയതാണ്, ഇവിടെ എ ആണ്. അപ്പോൾ എ പ്ലസ് ബിയും ബി പ്ലസ് എയും ആണ് ഈക്വൽ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ബി പ്ലസ് എ എന്നുള്ളത് എന്ത് വരും? 5 + 1 ഈക്വൽ ടു 6. 1 + 3 ഈക്വൽ ടു 4. 3 + 5 ഈക്വൽ ടു 8. 6 + 5 ഈക്വൽ ടു 11. -1 + -1 എന്ന് പറയുന്നത് -2. നെക്സ്റ്റ് 2 + -1 അതായത് 2 + -1 എന്താ വരുന്നത്? 2 + -1 എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, അപ്പോൾ നോക്കൂ, എ പ്ലസ് ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? 6 4 8 11 -2 1. ബി പ്ലസ് എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? 6 4 8 11 -2 1. സോ എ പ്ലസ് ബി ഈക്വൽ ടു എന്താണ്? എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആണ്. അപ്പോൾ ഇത് എന്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇംപ്ലൈസ് matrix addition is commutative. ഓക്കെ, ഈ നെക്സ്റ്റ് നമുക്ക് കാണിക്കേണ്ടത് അസോസിയേറ്റീവ് എന്ന കേസാണ്. രണ്ടാമത് അസോസിയേറ്റിവിറ്റി നാം ഡിസ്കസ് ചെയ്ത കേസാണ്. അസോസിയേറ്റീവ് ആണെന്ന് നമുക്ക് 3 മെട്രിക്സ് എടുക്കുക, എ ബിയും സിയും. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എന്നാണ് അസോസിയേറ്റിവിറ്റിയുടെ കേസിൽ പ്രൂവ് ചെയ്യേണ്ടത്. അഡിഷനിൽ അസോസിയേറ്റിവിറ്റി, മൾട്ടിപ്ലിക്കേഷനിൽ വേറെ ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അഡിഷന്റെ അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതെങ്ങനെ ചെയ്യും? ഫസ്റ്റ് നമ്മൾ എ പ്ലസ് ബി കണ്ടുപിടിക്കണം. എ പ്ലസ് ബി എന്തായിരിക്കും വരുന്നത്?
എ പ്ലസ് ബി ഈക്വൽ ടു എ പ്ലസ് ബി നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതിനെ എടുത്ത് എഴുതാവുന്നേ ഉള്ളൂ. 6 4 8 11 മൈനസ് 2 1. ഓക്കെ, ഇനി ഇതിലോട്ട് നമ്മൾ ആരെ സം ചെയ്യണം? സീനെ സം ചെയ്യണം. അപ്പോൾ എന്ത് വരും? എ പ്ലസ് ബി പ്ലസ് സി. അതായത് ഇതിലോട്ട് നമ്മൾ സീനെ സം ചെയ്യണം. അപ്പോൾ എന്ത് വരും? സി എന്ന മാട്രിക്സ് എന്താണ്? 6 1 മൈനസ് 7 മൈനസ് 2 0 5. ഓക്കെ, ഇത് ഞാനൊന്ന് എടുത്ത് എഴുതുന്നുണ്ട്. എ പ്ലസ് ബി എന്ന് പറയുന്നത് 6 4 8 11 മൈനസ് 2 1 ആണ്. നമ്മൾ കണ്ടുപിടിച്ചു എ പ്ലസ് ബി. ഇനി ഇതിലോട്ട് ആരെ പ്ലസ് ചെയ്യണം? സി. സി എന്ന് പറയുന്ന മാട്രിക്സ് 6 1 മൈനസ് 7 മൈനസ് 2 0 5. ഓക്കെ, എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, ഈ മാട്രിക്സ് ആണ് എ പ്ലസ് ബി, ഈ മാട്രിക്സ് ആണ് സി. ഇനി ഇതെന്ത് വരും? എ പ്ലസ് ബി പ്ലസ് സി എന്ന ആ ഒരു റിസൾട്ടിങ് മാട്രിക്സ് ആയിട്ട് വരാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് വരും? 6 പ്ലസ് 6 6 പ്ലസ് 6 ഈക്വൽ ടു 12. 4 പ്ലസ് 1 4 പ്ലസ് 1 ഈക്വൽ ടു 5. 8 പ്ലസ് മൈനസ് 7, അതായത് 8 പ്ലസ് മൈനസ് 7. 8 പ്ലസ് മൈനസ് 7 എന്ന് പറയുന്നത് 1. ഓക്കെ, സോ ഇവിടെ 1 വരും. 11 പ്ലസ് മൈനസ് 2 11 പ്ലസ് മൈനസ് 2 11 പ്ലസ് മൈനസ് 2 എന്ന് പറയുന്നത് 9. ഓക്കെ, 9. അപ്പോൾ ഇവിടെ 9 വരും. മൈനസ് 2 പ്ലസ് 0 മൈനസ് 2 പ്ലസ് 0 എന്ന് പറയുന്നത് മൈനസ് 2. 1 പ്ലസ് 5 1 പ്ലസ് 5 ഈക്വൽ ടു 6. സോ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 12 5 1 9 മൈനസ് 2 6. ഇനി ഇതേപോലെ നമ്മൾ ഏത് സൈഡ് കണ്ടുപിടിക്കണം? റൈറ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങനെ ചെയ്യുന്നത്? എ അവിടെ വെച്ചിട്ട് ബി പ്ലസ് സി കണ്ടുപിടിക്കുക. എന്നിട്ട് എയും ബി പ്ലസ് സിയും തമ്മിൽ എന്ത് ചെയ്യാം? സം ചെയ്യാം. അപ്പോൾ നമുക്ക് ബി പ്ലസ് സി എന്ത് വരുന്നുള്ളതെന്ന് കണ്ടുപിടിച്ച് നോക്കാം. ബി പ്ലസ് സി വരുന്നത് എന്താണ്? ബി പ്ലസ് സി വരുന്നത് ബിയും സിയും സം ചെയ്യാം. ബിയും സിയും സം ചെയ്യുമ്പോൾ ബി സി 5 പ്ലസ് 6 5 പ്ലസ് 6 ഈക്വൽ ടു 11. 1 പ്ലസ് 1 1 പ്ലസ് 1 ഈക്വൽ ടു 2. 3 പ്ലസ് മൈനസ് 7, അതായത് 3 പ്ലസ് മൈനസ് 7 3 പ്ലസ് മൈനസ് 7 എന്തായിരിക്കും? മൈനസ് 4 മൈനസ് 4 മൈനസ് 4. ഇനി 6 പ്ലസ് മൈനസ് 2 6 പ്ലസ് മൈനസ് 2 6 പ്ലസ് മൈനസ് 2 എന്ന് പറയുന്നത് 6 പ്ലസ് മൈനസ് 2 എന്ന് പറയുന്നത് 4. ഓക്കെ, സോ ഇവിടെ എന്ത് വരും? 4. ഇനി അതേപോലെ മൈനസ് 1 പ്ലസ് 0 മൈനസ് 1 പ്ലസ് 0 ഈക്വൽ ടു മൈനസ് 1. 2 പ്ലസ് 5 2 പ്ലസ് 5 ഈക്വൽ ടു 7. നമുക്ക് ബി പ്ലസ് സി എന്ന മാട്രിക്സ് കിട്ടി. നമ്മൾ ഇനി എന്ത് ചെയ്യണം? എ പ്ലസ് ബി പ്ലസ് സി ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. റൈറ്റ് സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ എ പ്ലസ് ബി പ്ലസ് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ബി പ്ലസ് സി നമുക്ക് കിട്ടി. ഇനി എ പ്ലസ് ബി പ്ലസ് സി ഞാൻ ഒന്ന് എടുത്ത് എഴുതാം. എ എന്ന് പറയുന്ന മാട്രിക്സ് എന്താണ്? 1 3 5 5 മൈനസ് 1 മൈനസ് 1 1 3 5 5 മൈനസ് 1 മൈനസ് 1. ബി പ്ലസ് സി എന്ന മാട്രിക്സ് നമുക്ക് ഇവിടെ കിട്ടി. ബി പ്ലസ് സി കിട്ടിയിട്ടുണ്ട്. ആ മാട്രിക്സ് എടുത്ത് എഴുതാം. 11 2 മൈനസ് 4 4 മൈനസ് 1 7. ഓക്കെ, ഇനി എന്ത് വരുമെന്ന് എഴുതി നോക്കൂ. എ പ്ലസ് ബി പ്ലസ് സി എന്തായിരിക്കും വരുന്നത്? 1 പ്ലസ് 11 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 11 ഈക്വൽ ടു 12. 3 പ്ലസ് 2 ഈക്വൽ ടു 5. 5 പ്ലസ് മൈനസ് 4 ഈക്വൽ ടു, അതായത് 5 പ്ലസ് മൈനസ് 4 5 പ്ലസ് മൈനസ് 4 ഈക്വൽ ടു 1. 5 പ്ലസ് മൈനസ് 4 ഈക്വൽ ടു 1. 5 പ്ലസ് 4 ഈക്വൽ ടു 9. മൈനസ് 1 പ്ലസ് മൈനസ് 1 മൈനസ് 1 പ്ലസ് മൈനസ് 1 ഈക്വൽ ടു മൈനസ് 2. ഇവിടെ എന്ത് വരും? മൈനസ് 2. ഇനി അടുത്തതോ? മൈനസ് 1 പ്ലസ് 7 മൈനസ് 1 പ്ലസ് 7 ഈക്വൽ ടു 6. മൈനസ് 1 പ്ലസ് 7 ഈക്വൽ ടു 6. ഓക്കെ, ഇനി ചെക്ക് ചെയ്ത് നോക്കൂ. എ പ്ലസ് ബി പ്ലസ് സി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താണ്? 12 5 1 9 മൈനസ് 2 6. ഇനി എ പ്ലസ് ബി പ്ലസ് സി നമ്മൾ കണ്ടുപിടിച്ചു. 12 5 1 9 മൈനസ് 2 6. ഓക്കെ, നമ്മുടെ ഭാഗ്യത്തിന് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. നോക്കി നോക്കൂ, ഇതേ മാട്രിക്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. സോ രണ്ട് മാട്രിക്സും എന്താണ്? സെയിം ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് മാട്രിക്സും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? അസോസിയേറ്റിവിറ്റി എന്നുള്ള കേസ് നമ്മൾ പ്രൂവ് ചെയ്തു. സോ ഇവിടെ നമുക്ക് തന്ന മാട്രിക്സുകൾ തമ്മിൽ നമ്മൾ അസോസിയേറ്റിവിറ്റി പ്രൂവ് ചെയ്തു. അപ്പോൾ എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. 3 മാട്രിക്സുകളൊക്കെ തന്നിട്ട് അതിൻ്റെ അഡിഷൻ അസോസിയേറ്റീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ്, അല്ലെങ്കിൽ അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്നൊക്കെ പ്രൂവ് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ അസോസിയേറ്റിവിറ്റിയുടെ കേസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് അഡിറ്റീവ് ഐഡന്റിറ്റി, അതായത് തേർഡ് അഡിറ്റീവ് ഐഡന്റിറ്റി. ഏതെങ്കിലും ഒരു മാട്രിക്സ് എടുക്കുക.
അതിൻ്റെ അഡിറ്റീവ് ഇതൊക്കെ 2/3 ഓർഡറുള്ള മെട്രിക്സുകളാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്തായിരിക്കും വരുന്നത്? സിംപ്ലി 2/3 ഓർഡറുള്ള ഒരു സീറോ മെട്രിക്സ് നമ്മൾ 2/3 ഓർഡറുള്ള 2 റോയും 3 കോളംസും ആക്കിയിട്ട് സീറോസിനെ എങ്ങനെ അറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും? 0 0 0 0 0 0. നിങ്ങൾ ഏതൊരു മെട്രിക്സിലോട്ട് A+0 ചെയ്ത് നോക്കും, എയിലോട്ട് ഈ മെട്രിക്സ് ആഡ് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് A തന്നെയാണ്. ഓക്കെ, കാരണം എയും ഇതും സംവേദ എ തന്നെയല്ലേ വരാൻ പോണത്, ഇതന്നെയല്ലേ വരാൻ പോണത്. നിങ്ങൾ B+A B+O ചെയ്ത് നോക്കൂ, B തന്നെ ആയിരിക്കും. C+O ചെയ്ത് നോക്കൂ, C തന്നെ ആയിരിക്കും. സോ ഇവിടുത്തെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഈ ഒരു മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത കേസ്, ലാസ്റ്റ് കേസ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, അഡിറ്റീവ് ഇൻവേഴ്സിന്റെ കേസ് നമ്മൾ പറഞ്ഞ കേസാണ്. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ ഉണ്ട്. എ എന്ന് പറയുന്ന മെട്രിക്സ്, ഈ മെട്രിക്സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ മെട്രിക്സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്, എന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? -A ആണ്. എന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ഏത് മെട്രിക്സ് ആണ്? -A. അപ്പോൾ നിങ്ങൾ എന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ഒന്ന് എഴുതി നോക്കൂ. -A എന്ത് വരും? -A എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് മെട്രിക്സ് എടുക്കുക. ഇവിടെ 1 ആണെങ്കിൽ അവിടെ -1 ആക്കി കൊടുക്കുക, ഇവിടെ 3 ആണെങ്കിൽ അവിടെ -3 ആക്കി കൊടുക്കുക, ഇവിടെ -1 ആണെങ്കിൽ അവിടെ 1 ആക്കി കൊടുക്കുക. അപ്പോൾ എന്ത് വരും? എന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ -A എന്ന് പറയുമ്പോൾ 1 ഉള്ളത് -1 ആവും, 3 ഉള്ളത് -3 ആവും, 5 ഉള്ളത് -5 ആവും, 5 ഉള്ളത് -5 ആവും, -1 ഉള്ളത് 1 ആവും, -1 ഉള്ളത് 1 ആവും. ഇതായിരിക്കും ഈ മെട്രിക്സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ സീറോ മെട്രിക്സ് തന്നെയാണോ വരുന്നത് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് A+-A ഇതിനാണല്ലോ, ഇത് തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് സീറോ മെട്രിക്സ് കിട്ടും എന്നുണ്ടെങ്കിലാണ് ഇതിന് നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് രണ്ടും പ്ലസ് ചെയ്ത് നോക്കാം. എന്താണ് വരുന്നത് നോക്കൂ? 1 + -1 1 + -1 = 0. 3 + -3 3 + -3 = 0. 5 + -5 5 + -5 = 0. 5 + -5 0. -1 + 1 0. -1 + 1 0. സോ എയും അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സും ഈ ഒരു -Aയും +Aയും നമുക്ക് സീറോ മെട്രിക്സ് കിട്ടുന്നുണ്ട്. സോ ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു മെട്രിക്സ് ആണ്. ഇനി ബിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? ബിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -B ആയിരിക്കും. ബിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് അതെന്തായിരിക്കും വരിക? ഇതിനെ നേരെ ഓപ്പോസിറ്റ് എടുത്ത് എഴുതാം. 5 എന്തായിരിക്കും മാറും? -5 -1 -3 -6 1 2. അതായത് -1 ഇവിടെ 1 ആവും. ഓക്കെ, ഇനി സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ബിയും -Bയും സം ചെയ്ത് നോക്കാം. അപ്പോൾ സീറോ മെട്രിക്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് -C ആണ്. അതെന്ത് വരും? നേരെ തിരിച്ചിടാം. -6 -1 -7 എന്തായി മാറും? 7 ആവും. -2 എന്തായി മാറും? 2 ആവും. 0 0. 5 ഉള്ളത് -5. അതായത് എന്താണോ തന്നിട്ടുള്ളത് അതിന്റെ സൈന് മാറ്റി കൊടുക്കുക. പ്ലസ് ഉള്ളതിനെ മൈനസ് ആക്കുക, മൈനസ് ഉള്ളതിനെ പ്ലസ് ആക്കുക. ഓക്കെ, സോ സി എന്ന് പറയുന്ന മെട്രിക്സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആയിരിക്കും ഈ ഒരു മെട്രിക്സ്. ഇനി നിങ്ങൾ സിയും ഈ ഒരു മെട്രിക്സും സം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടും? നിങ്ങൾക്ക് സീറോ മെട്രിക്സ് തന്നെ കിട്ടും. സോ ഇത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇങ്ങനെ 3 മെട്രിക്സ് തന്നിട്ട് അഡിറ്റീവ് കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി, അഡിറ്റീവ് ഐഡന്റിറ്റി, അഡിറ്റീവ് ഇൻവേഴ്സ് ഇത്തരം പ്രോപ്പർട്ടീസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ ആ ഒരു ടൈപ്പ് എക്സാമ്പിൾ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെട്രിക്സ് എന്ന ഈ ഒരു കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ ഇപ്പോൾ 2 മെട്രിക്സുകളെ എങ്ങനെയാണ് സം ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസ് കാണുന്നത് എന്നൊക്കെ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 മെട്രിക്സുകളെ എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആ 2 മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള പ്രോസസ്സ്, ആ പ്രൊസീജിയർ കറക്റ്റ് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുന്നതുള്ളൂ. നമുക്ക് മെട്രിക്സ് അഡിഷൻ്റെ കേസ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഡിഫറൻസിൻ്റെ കേസ് പറഞ്ഞ പോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ 2 മെട്രിക്സുകളെ സം ചെയ്യുന്ന കേസ് നമ്മൾ പറഞ്ഞു. സിംപ്ലി കറസ്പോണ്ടിങ് മെട്രിക്സുകൾ എന്ത് ചെയ്താൽ മതി? ആ എലമെൻസിലുള്ള പൊസിഷനിലുള്ള എലമെൻസിന് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സം ചെയ്ത മെട്രിക്സ് കിട്ടും. ഇപ്പോൾ ഇവിടെ എ ഇവിടെ ബി ആണെങ്കിൽ നമ്മൾ A+B ചെയ്തിട്ടാണ് ഇവിടെ എഴുതുക. ഇനി ഡിഫറൻസ് എടുക്കുന്ന കേസാണ് തന്നെ. ഇപ്പോൾ 1 2
ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് മെട്രിക്സും പ്ലസ് ചെയ്യുമ്പോൾ 1 + 2 ഇവിടെ എന്ത് വരും 3 വരും. ഇനി ഡിഫറൻസ് ആണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 1 + 2 എന്നുള്ള ഒരു കാര്യങ്ങൾ ഡിഫറൻസ് ആണ് എടുക്കുന്നത് വിചാരിക്കും. ഒരു 1 2 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് മെട്രിക്സും തമ്മിൽ നിങ്ങൾ മൈനസ് ചെയ്യാണ്, ഡിഫറൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡിഫറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ്, 1 നിന്ന് 2 നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. 1 നിന്ന് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് എന്താണ്, 1 - 2 = -1. ഈ ഒരു രീതിയിലാണ് നമ്മൾ രണ്ട് മെട്രിക്സുകളെ അഡീഷൻ ചെയ്തിരുന്നതും സബ്ട്രാക്ഷൻ ചെയ്തിരുന്നതും ഡിഫറൻസ് കണ്ടുപിടിച്ചിരുന്നതും. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വഴിയിലൂടെ തന്നെ നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് രണ്ട് മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ മാട്രിക്സ് 1 2 3 4 5 6, രണ്ടാമത്തെ മാട്രിക്സ് ഇതാണ് ഒരു 2 4 1 0 8 1. ഈ രണ്ട് മാട്രിക്സും തമ്മിൽ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അത് അഡീഷൻ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു, സബ്ട്രാക്ഷൻ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഈ രണ്ട് മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതേ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ വരിക, എന്ത് 1 ഉം 2 മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ എന്ത് ചെയ്താൽ 1 2 മൾട്ടിപ്ലൈ ചെയ്താൽ 2, 2 4 മൾട്ടിപ്ലൈ ചെയ്യാം, 2 4 മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്ത് ചെയ്താൽ 8. അതുപോലെ 3 ഉം 1 മൾട്ടിപ്ലൈ ചെയ്യാം. കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ എഴുതിയാൽ പോലെ എന്നൊരു തോന്നൽ നമുക്ക് വരും. അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്. ഈ ഒരു രീതിയിലല്ല നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുക, മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സാമിൽ നമ്മൾ ചിലപ്പോൾ അഡീഷൻ പഠിച്ചിട്ടുണ്ടാവും, സബ്ട്രാക്ഷൻ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ മൾട്ടിപ്ലിക്കേഷനെ നമ്മൾ അപ്രോച്ച് ചെയ്യും. അതായത് നമ്മൾ ഓരോ പൊസിഷനിലുള്ള എലമെന്റ്സ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ എഴുതി വെക്കും. അത് തെറ്റാണ്. ആ ഒരു രീതിയിലല്ല മെട്രിക്സുകൾ എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു മെട്രിക്സുകളെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യരുത് എന്നുള്ളൊരു കേസ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്തത് ആ ഒരു രീതിയിൽ ആ ഒരു പ്രോസസ്സിലേക്കാണ് പോകുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ രണ്ട് മെട്രിക്സ് ഉണ്ട് വിചാരിക്കും. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സും ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സും. നിങ്ങൾക്ക് എ ഇൻറ്റു ബി ചെയ്യണം. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് എത്രയാണോ അതേ എണ്ണം നമ്പർ ഓഫ് റോസ് രണ്ടാമത്തെ മെട്രിക്സിൽ ഉണ്ടാവണം. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞ ഇപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് നമ്പർ ഓഫ് കോളംസ് ആർക്ക് ഈക്വൽ ആവണം, ബി എന്ന മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആവണം. ഓക്കെ, അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിൽ 10 കോളംസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അതിനാണെങ്കിൽ ബി എന്ന് പറയുന്ന മെട്രിക്സിൽ നിർബന്ധമായിട്ടും 10 റോസ് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് എയും ബിയും തമ്മിൽ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. ഇൻ കേസ് എ എന്ന് പറയുന്ന മെട്രിക്സിൽ 3 കോളംസും, ഒരു എക്സാമ്പിൾ പറയുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സിൽ ഒരു 3 കോളംസ്, ബി എന്ന് പറയുന്ന മെട്രിക്സിൽ ഒരു 4 റോസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ആ രണ്ട് മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരും, രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ എപ്പോഴാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ള ടൈപ്പ് ഒരു ചോദ്യം വരും. അപ്പോൾ നമ്മൾ എഴുതി വെക്കേണ്ടത് ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും എന്താവണം, ഈക്വൽ ആവണം. നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ m/n ആണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ m/n. m/n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് എത്രയാണ്, m, നമ്പർ ഓഫ് കോളംസ് എത്രയാണ്, n. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താവണം, നിർബന്ധമായിട്ടും ഇവിടെ എന്റെ കോളത്തിന്റെ എണ്ണം n ആയതുകൊണ്ട് ബിന്റെ റോന്റെ എണ്ണം നിർബന്ധമായിട്ടും എന്താവണം, n തന്നെയാവണം. കോളം പിന്നെ എന്തായിക്കോട്ടെ നമുക്ക് വിഷയമല്ല. ഫസ്റ്റത്തെ കോളത്തിന്റെ എണ്ണം രണ്ടാമത്തെ റോസിന്റെ എണ്ണം ഈക്വൽ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ എ എന്ന് പറഞ്ഞിട്ടൊരു 2/3 ഓർഡറുള്ള മെട്രിക്സും ബി എന്ന് പറഞ്ഞിട്ടൊരു 3/5 ഓർഡറുള്ള മെട്രിക്സും എടുത്തു. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ 2/3 ആണ്, 2 റോ 3 കോളം, 2 റോ 3 കോളം. ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ. ബിന്റെ ഓർഡർ ഞാൻ എന്താ എടുത്തത്, 3/5, അതായത് 3 റോ 5 കോളം. 3 റോ 5 കോളം.
3 റോ 5 കോളം. ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ചിന്തിച്ചു നോക്കൂ. ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെയിം ആണോ നോക്കിയാൽ മതി. ഫസ്റ്റ് റോന്റെ നമ്പർ ഓഫ് കോളംസ് എത്ര വരുന്നത് 3. രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് എന്താ വരുന്നത് 3. സോ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് 3 ആണ്, രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് 3 ആണ്. 3 = 3, അതായത് നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളത്തിന്റെ എണ്ണം നമ്പർ ഓഫ് റോസിന്റെ എണ്ണം സെയിം ആണ്. അതുകൊണ്ട് ഈ രണ്ട് മെട്രിക്സും തമ്മിൽ a × b നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, a × b ചെയ്യാൻ കഴിയും. ഓക്കെ, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുന്നേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുന്നത് എപ്പോഴാണെന്നുള്ളത് പഠിച്ചു വെക്കണം. അപ്പോൾ ഈ രണ്ട് മെട്രിക്സും എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, കാരണം സാറ്റിസ്ഫൈ ഉണ്ട്. നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് = നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബി ഇവിടുത്തെ കേസിൽ b × a ചെയ്യാൻ കഴിയും. അതായത് b × a ചെയ്യാൻ കഴിയും. b × a ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വരും, b ന്റെ ഓർഡർ എന്താണ് 3/5, a ന്റെ ഓർഡർ എന്താണ്, a ന്റെ ഓർഡർ 2/3. ഇവിടെ b × a പോസിബിൾ ആണോ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. b ന്റെ നമ്പർ ഓഫ് കോളംസ് എത്രയാണ്, b എന്ന് പറയുന്ന മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് എന്താണ് 5 അല്ലേ, 5. നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ ഫസ്റ്റ് റോ ആണ് ഇതാ, സെക്കൻഡ് കോളത്തിന്റെ എണ്ണമാണ് ഇതാ. b ന്റെ നമ്പർ ഓഫ് കോളംസ് 5 ആണ്. a ന്റെ നമ്പർ ഓഫ് റോസ് എന്താണ്, a ന്റെ നമ്പർ ഓഫ് റോസ് എന്താണ് 2. 5 = 2 ആണോ, 5 ≠ 2 ആണ്. അതായത് b × a ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ b ന്റെ നമ്പർ ഓഫ് കോളംസും a ന്റെ നമ്പർ ഓഫ് റോസും എന്തല്ല സെയിം അല്ല. അപ്പോൾ നിങ്ങൾക്ക് b × a ഇവിടെ എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് a × b ചെയ്യാം, കാരണം a × b പറയുമ്പോൾ a ന്റെ നമ്പർ ഓഫ് കോളം 3 ആണ്, b ന്റെ നമ്പർ ഓഫ് റോ 3 ആണ്. അത് രണ്ടും സെയിം ആയതുകൊണ്ട് നിങ്ങൾക്ക് a × b ചെയ്യാം, പക്ഷെ b × a ചെയ്യാൻ സാധിക്കില്ല. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് പോസിബിൾ ആണോ. ഞാൻ a എന്ന് പറയുന്ന മെട്രിക്സിന് ഒരു 2/5 എടുത്തു, b എന്ന് പറയുന്ന മെട്രിക്സിന് ഒരു 5/4 എടുത്തു. ഇത് a × b ചെയ്യാൻ സാധിക്കുമോ, a × b ചെയ്യാം, കാരണം നമ്പർ ഓഫ് കോളംസ് 5 ആണ് ഫസ്റ്റ് മെട്രിക്സിന്റെ, നമ്പർ ഓഫ് റോസ് 5 ആണ് സെക്കൻഡ് മെട്രിക്സിന്റെ. അപ്പോൾ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം, സെക്കൻഡ് മെട്രിക്സ് നമ്പർ ഓഫ് റോ, a × b പോസിബിൾ ആണ്. ഇതിനെ തിരിച്ച് b × a ചെയ്യാൻ സാധിക്കും, b × a സാധിക്കില്ല. b × a എന്ന് പറയുമ്പോൾ തെറ്റ് വരും. b ആവും ഫസ്റ്റ് മെട്രിക്സ്, a ആവും സെക്കൻഡ് മെട്രിക്സ്. b ന്റെ നമ്പർ ഓഫ് കോളംസ് എത്രയാണ് 4, a ന്റെ നമ്പർ ഓഫ് റോസ് എത്രയാണ് 2. 4 = 2 അല്ല, അപ്പോൾ ഇത് b × a എന്തല്ല പോസിബിൾ അല്ല. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. രണ്ട് മെട്രിക്സുകളെ എപ്പോഴാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ രണ്ട് മെട്രിക്സുകൾ തന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും സെയിം ആണോ ചെക്ക് ചെയ്താൽ മാത്രം മതി. സെയിം ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആയിരിക്കും. ഇൻ കേസ് അത് സെയിം അല്ല, ഓക്കെ, എണ്ണത്തിൽ മാറ്റമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് പോസിബിൾ ആയിരിക്കില്ല, രണ്ട് മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ എന്തായിരിക്കില്ല, പോസിബിൾ ആയിരിക്കില്ല. ഈ നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് രണ്ട് മെട്രിക്സുകളെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നോർമലി ചിന്തിക്കുന്ന പോലെ അത്ര സിമ്പിൾ ആയിട്ടൊരു കാര്യമില്ല. കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കുറച്ച് ചെയ്ത് വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്കൊരു നമ്മൾ എക്സ്പെർട്ട് ടൈം ആകുള്ളൂ. അപ്പോൾ നമുക്ക് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഒരു മാട്രിക്സ് എടുത്തു, എ എന്ന് പറയുന്ന മാട്രിക്സ്. ഞാൻ ഇതിനെ ഒരു പൊസിഷൻ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. A11, A12, ഒരു 2/2 ആദ്യം നമുക്ക് ചെയ്ത് നോക്കാം. A21, A22. അതായത് ഞാൻ A11 എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്തത് എന്താ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്, ഫസ്റ്റ് റോയില് സെക്കൻഡ് കോളത്തിലെ എലമെന്റ് A12, സെക്കൻഡ് റോയില് ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് A21, സെക്കൻഡ് റോയില് സെക്കൻഡ് കോളത്തിലെ എലമെന്റ് A22. ഇനി ഞാനിത് ഒരു ബി എന്ന് പറഞ്ഞ വേറൊരു മെട്രിക്സ് എടുക്കുകയാണ്. ഞാൻ തൽക്കാലം ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം ഈ ഒരു രീതിയിൽ. എന്നിട്ട് നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് ഇങ്ങനെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഒരു മൂന്നെണ്ണം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ബി എന്ന് പറയുന്ന മെട്രിക്സിനെ ഞാനൊരു B11, B12, B21, B22 ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. ഓക്കെ, ഈ നമ്മൾ ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും സെയിം ആണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഇതിന്റെ ഓർഡർ എന്താ 2/2, ഇതിന്റെ ഓർഡർ എന്താ 2/2. ഇവിടെ നമ്പർ ഓഫ് കോളംസ് എത്രയാണ് 2, ഇവിടെ നമ്പർ ഓഫ് റോസ് എത്രയാണ് 2. അപ്പോൾ 2 = 2 ആയതുകൊണ്ട് നമുക്ക് a × b എന്താണ്, a × b പോസിബിൾ ആണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ a × b പോസിബിൾ ആണ്. ഓക്കെ, നിങ്ങൾ ഈ രണ്ട് പ്ലേസ് ചെക്ക് ചെയ്താൽ മതി. ഇതും ഇവിടെ വരുന്നതും സെയിം ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. ഇനി അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നോക്കേണ്ടത്. നിങ്ങൾ നോക്കൂ,
നമുക്ക് കിട്ടേണ്ടത് 4 പൊസിഷനാണ്. 1 2 3 4 ഇവിടുത്തെ കേസിൽ അത് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ കുറച്ച് മുന്നോട്ട് പോയിട്ട് പറയാം. ഈ പൊസിഷൻസ് നിങ്ങൾ നോക്കൂ. നമുക്ക് ഈ പൊസിഷൻ്റെ എലമെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പൊസിഷൻ്റെ പ്രത്യേകത എന്താണ്? ഈ പൊസിഷൻ്റെ പ്രത്യേകത ഇത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളാണ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഇതാണ് ഈ ഒരു പൊസിഷൻ. ഓക്കെ, ഇനി ആ പൊസിഷനിലുള്ള എലമെന്റ് എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ ഈ പൊസിഷനിലുള്ള എലമെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് റോനെ ഈ മാർക്കറിൽ പ്ലേസ് ചെയ്യാം. ഇങ്ങനെ എടുക്കാം. ഈ മാർക്കറിൽ നിന്ന് ഇങ്ങനെ ഫസ്റ്റ് റോനെ ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ നമ്മൾ നോക്കൂ. ഈ മാർക്കർ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ ഈ ടോപ്പിന്റെ ഭാഗത്ത് വരുന്നത് ഏതാണ്? A11. ഫസ്റ്റ് റോ ആണ് എടുക്കേണ്ടത്. ഈ മാർക്കറിന്റെ ടോപ്പിന്റെ ഭാഗത്ത് A11 ആണ്. ഈ നിബിന്റെ ഭാഗത്ത് ഈ പോയിന്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്ത് വരുന്നത് A12 ആണ്. അതിനെ ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ടോപ്പിന്റെ ഭാഗത്ത് A11 ആണ്, നിബിന്റെ ഭാഗത്ത് A12 ആണ്. ഇതിനെ ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഈ B11ന്റെ അടുത്തേക്ക് ഈ ടോപ്പാണ് വന്നത്. ടോപ്പിന്റെ ഒപ്പം ആരുണ്ടായിരുന്നു? A11. B21ന്റെ അടുത്തേക്ക് വരുന്നത് ഈ നിബാണ്. നിബിന്റെ അടുത്ത് ആരുള്ളത്? A12. അപ്പോൾ A11ന്റെ കൂടെ A11 ചെന്നത് ആരുടെ അടുത്തേക്കാണ്? A11 ചെന്നത് B11ന്റെ അടുത്തേക്കാണ്. A11 ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ B11ന്റെ അടുത്തേക്കാണ് A11 ചെന്നത്. അപ്പോൾ A11 B11 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി A12 ചെന്നിട്ടുള്ളത് ആരുടെ അടുത്തേക്കാണ്? A12 എന്ന് പറയുന്ന ഈ നിബിന്റെ ഭാഗത്താണ്. അത് നമ്മൾ ഫസ്റ്റ് കോളമായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ A12 ചെന്നെത്തിയത് B21ന്റെ അടുത്തേക്കാണ്. അപ്പോൾ A12 B21 മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇത് തമ്മിൽ എന്ത് ചെയ്യാം? പ്ലസ് ചെയ്യാം. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ കൂടുതൽ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ പറയുന്നതേ ഉള്ളൂ. എക്സാമ്പിൾ വെക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു പൊസിഷനിലുള്ള എലമെന്റ് വരിക ഇതായിരിക്കും. അതായത് ഇതിനെ ഇതേപോലെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. അപ്പോൾ A11ന്റെ അടുത്ത് വരുന്നത് B11 ആണ്. അപ്പോൾ A11 B11 മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി A12ന്റെ അടുത്ത് വരുന്നത് B21 ആണ്. അപ്പോൾ A12 B21 മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ആ രണ്ട് കിട്ടുന്ന ആൻസേഴ്സും തമ്മിൽ എന്ത് ചെയ്യാം? പ്ലസ് ചെയ്യാം. ഇനി അടുത്തത് ഈ ഒരു പൊസിഷനാണ്. ഈ പൊസിഷനിൽ വരുന്ന എലമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഈ പൊസിഷന്റെ പ്രത്യേകത എന്താ? ഫസ്റ്റ് റോയില് സെക്കൻഡ് കോളം. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അതാണല്ലോ ഈ ഒരു പൊസിഷൻ. ഫസ്റ്റ് റോയില് സെക്കൻഡ് കോളം. അപ്പോൾ ഫസ്റ്റ് റോനെ നിങ്ങൾ എടുക്കുക. എ എന്ന് പറയുന്ന മെട്രിക്സിലെ ഫസ്റ്റ് റോനെ എടുത്തിട്ട് സെക്കൻഡ് കോളത്തിനോട് പ്ലേസ് ചെയ്യാം. സെക്കൻഡ് കോളത്തിനോട്. അപ്പോൾ നോക്കൂ, ഇതേപോലെ തന്നെ ടോപ്പിന്റെ ഭാഗത്ത് A11 ആണ്, നിബിന്റെ ഭാഗത്ത് A12 ആണ്. സെക്കൻഡ് കോളവുമായിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ ടോപ്പ് വരുന്നത് B12ന്റെ അടുത്തേക്കാണ്, നിബ് വരുന്നത് B22ന്റെ അടുത്തേക്കാണ്. അപ്പോൾ ടോപ്പിൽ ഉണ്ടായിരുന്നത് A11 ആണ്, അത് പോയത് B12ന്റെ അടുത്തേക്കാണ്. അപ്പോൾ A11ഉം B12 തമ്മിൽ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നിബിന്റെ അടുത്തുണ്ടായിരുന്നത് A12 ആണ്. A12 പോയത് B22ന്റെ അടുത്തേക്കാണ്. അപ്പോൾ A12 B22 തമ്മിൽ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് രണ്ടും എന്ത് ചെയ്യാം? പ്ലസ് ചെയ്യാം. എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാവേ. പ്ലസ് ചെയ്യാം. ഇനി അതേപോലെ ഈ ഒരു പൊസിഷനിലുള്ള എലമെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതെടുക്കുക. സെക്കൻഡ് റോ എടുക്കുക. ഈ പൊസിഷന്റെ പ്രത്യേകത എന്താ? ഇത് സെക്കൻഡ് റോയില് ഫസ്റ്റ് കോളാണ്. സെക്കൻഡ് റോയില് ഫസ്റ്റ് കോളമാണ് ഈ ഒരു പൊസിഷൻ വരുന്നത്. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. ഇനി ഈ ഒരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്കൻഡ് റോയിലുള്ള എലമെന്റ് എടുക്കുക. സെക്കൻഡ് റോ എടുക്കുക. ഫസ്റ്റ് മെട്രിക്സ് അത് ഫസ്റ്റ് കോളമായിട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടോപ്പിന്റെ ഭാഗത്ത് വരുന്ന A21 ആണ്, നിബിന്റെ ഭാഗത്ത് വരുന്ന A22 ആണ്. ഇതിങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ടോപ്പ് പോകുന്നത് B11ലേക്കാണ്, നിബ് പോകുന്നത് B21ലേക്കാണ്. അപ്പോൾ A21 B11, A21 ഇൻറ്റു B11 പ്ലസ് A22 ഇൻറ്റു B21. ഓക്കെ, ഇനി ഇവിടെ വരുന്ന എലമെന്റ് എങ്ങനെയായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ പൊസിഷന്റെ പ്രത്യേകത എന്താ? ഇത് സെക്കൻഡ് റോ സെക്കൻഡ് കോളാണ്. സെക്കൻഡ് റോ സെക്കൻഡ് കോളം. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സെക്കൻഡ് റോനെ സെക്കൻഡ് കോളമായിട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ ടോപ്പിന്റെ ഒപ്പം പോകുന്നത് A21 ആണ്. B12ന്റെ അടുത്തേക്ക് A21 കയറി പോകും. അപ്പോൾ A21 ഇൻറ്റു B12 പ്ലസ് A22 ഇൻറ്റു B22. നിബിന്റെ ഭാഗത്ത് A22 ആണ്, അത് ഇങ്ങോട്ട് കയറി പോകും B22ന്റെ അടുത്തേക്ക്. അപ്പോൾ A22 ഇൻറ്റു B22. ഓക്കെ, ഇനി ഇതൊക്കെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെട്രിക്സിന്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഫൈനൽ മെട്രിക്സ് കിട്ടും. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഞാൻ A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഒരു 2 3 1 4 എടുത്തു. B
ബി എന്ന മാട്രിക്സിനെ ഞാൻ എടുക്കുന്നത് ഒരു 1 2 4 8. ഓക്കെ, ഏറ്റവും വേണ്ട നമുക്ക് ചെറിയ നമ്പർ എടുക്കാം. ഫസ്റ്റ് ചെയ്യല്ലേ, അപ്പോൾ ചെറിയ നമ്പർ എടുക്കും, 1 തന്നെ എടുത്തു. ഓക്കെ, ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി കണ്ടുപിടിക്കണം. അപ്പോൾ എ ബി എന്ന മാട്രിക്സ് എങ്ങനെയായിരിക്കും വരിക? നമ്മളിപ്പോൾ പറഞ്ഞത് പ്രകാരം എ ബി എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളമായിട്ട് പ്ലേസ് ചെയ്യാം. ഫസ്റ്റ് കോളത്തിൻ്റെ അടുത്ത് പ്ലേസ് ചെയ്യാം. അപ്പോൾ 2 ടോപ്പിൻ്റെ അടുത്തുണ്ട്. ഈ ഒരു നിബിൻ്റെ ഭാഗത്ത് 3 ആണ് വരുന്നത്. അതിനെ ഫസ്റ്റ് കോളമായിട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ ടോപ്പ് പോകുന്നത് 1ൻ്റെ അടുത്തേക്കാണ്. കോളം ഇങ്ങനെ വെക്കുമ്പോൾ 1ൻ്റെ അടുത്തേക്കാണ് ടോപ്പ് പോകുന്നത്. നിബിൻ്റെ ഭാഗം വരുന്നത് 4ൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ടോപ്പിൽ ഉണ്ടായിരുന്നത് ഇവിടെ ആരാണ്? 2 ആണ്. 2 1ൻ്റെ അടുത്തേക്ക് പോയി. നിബിൽ ഉണ്ടായിരുന്നത് 3 ആണ്. 3 ഇവിടെ നിബിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ 4ൻ്റെ അടുത്തേക്ക്. അപ്പോൾ 2 × 1 പ്ലസ് 3 × 4. 2 × 1 പ്ലസ് 3 × 4. ഇനി ഈ പൊസിഷനിലുള്ള എലമെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് റോനെ സെക്കൻഡ് കോളമായിട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് റോനെ സെക്കൻഡ് കോളമായിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ 2 × 2 ഇതിങ്ങനെ മൂവ് ചെയ്യും. 2 × 2 പ്ലസ് 3 × 1. അപ്പോൾ ഇത് വരും 2 × 2 പ്ലസ് 3 × 1. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് അടുത്തൊരു എലമെന്റ് ഉണ്ടോ? അടുത്തൊരു എലമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കോളം ഇനി പ്ലേസ് ചെയ്യാൻ വേണം. ഇവിടെ ഇനി ഒരു കോളം ഉണ്ടോ? ഫസ്റ്റ് റോനെ കൊണ്ടുവെക്കാൻ ഇനി ഒരു കോളം ഉണ്ടോ? ഇനി ഒരു കോളം ഇല്ല, കാരണം 2 കോളംസ് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ 2 കോളംസിലെ അറേഞ്ച് ചെയ്യാനുള്ളൂ. ഇനി ഒരു കോളം ഇവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് റോനെ ഒരു വട്ടം കൂടി ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഇവിടെ ഒരെണ്ണം കൂടി ചെയ്തായിരുന്നു. പക്ഷെ ഇവിടെ ഇനി ഒരു കോളത്തിന് സ്കോപ്പില്ല, കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അടിയിലോട്ട് പോകാം. സെക്കൻഡ് റോനെ എടുക്കുക. സെക്കൻഡ് റോയിൽ ഞാൻ ഈ മാർക്കർ പ്ലേസ് ചെയ്യുമ്പോൾ ടോപ്പിൻ്റെ പ്ലേസിൽ വരുന്നത് 1 ആണ്. നിബിൻ്റെ ഭാഗത്തോട്ട് വരുന്നത് 4 ആണ്. അതിനെ അതേപോലെ എടുത്ത് ഫസ്റ്റ് കോളമായിട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ 1 പോകുന്നത് 1ൻ്റെ അടുത്തേക്കാണ്. ഈ 4 പോകുന്നത് ഈ 4ൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ എന്ത് വരും? 1 × 1 പ്ലസ് 4 × 4. 1 × 1 പ്ലസ് 4 × 4. ഇനി അടുത്തത് എന്ത് വരും? ഫസ്റ്റ് റോനെ ഇതേപോലെ എടുത്തിട്ട് സെക്കൻഡ് കോളമായിട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ 1 × 2 പ്ലസ് 4 × 1. ഓക്കെ, അതായത് ടോപ്പിൽ വരുന്നത് 1 ആണ്, നിബിൽ വരുന്നത് 4 ആണ്. അതിനെ പ്ലേസ് ചെയ്യുമ്പോൾ ടോപ്പ് പോകുന്നത് 2ൻ്റെ അടുത്തേക്കാണ്, നിബ് പോകുന്നത് 1ൻ്റെ അടുത്തേക്കാണ്. അതായത് 1 × 2 പ്ലസ് 4 × 1. 1 × 2 പ്ലസ് 4 × 1. ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇതെന്ത് വരും? 2 × 1 എന്താണ്? 2 പ്ലസ് 3 × 4 എന്താണ്? 12. ഓക്കെ, 2 × 2 എന്താണ്? 4. 3 × 1 3. ഓക്കെ, 1 × 1 എന്താണ്? 1 × 1 1. 4 × 4 16 16. 1 × 2 എന്താണ്? 1 × 2 2 പ്ലസ് 4 × 1 എന്താണ്? 4 × 1 4. ഓക്കെ, ഡയറക്റ്റ് വരാം. ഞാൻ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. എന്ത് വരും? 2 + 2 2 + 12. 2 + 12 എന്ത് വരും? 14. 2 + 12 14. 4 + 3 4 + 3 7. 1 + 16 17 വരും. 2 + 4 6 വരും. അപ്പോൾ നോക്കൂ, ഇതാണ് എ ബി എന്ന് പറയുന്ന എ × ബി എന്നുള്ള മെട്രിക്സ്. എ × ബി എന്നുള്ളതിനെ നമുക്ക് സിമ്പിളായിട്ട് എ ബി എന്ന് എഴുതാം. അപ്പോൾ എ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഈ രീതിയിലാണ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബി എ എന്ന് പറയുന്ന മെട്രിക്സിനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് അത് വായിക്കുന്നുണ്ട്. ഈ ബോർഡ് ഇങ്ങനെ വായിക്കാതെ വെക്കുന്നു വിചാരിക്കരുത്. നമുക്ക് ആ കണക്ഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഇവിടെ കീപ്പ് ചെയ്യുന്നത്. നമ്മൾ വായിച്ച് എഴുതുമ്പോൾ നമുക്ക് മുന്നത്തത് ഓർമ്മ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ക്ലാസ് കാണുമ്പോൾ നമ്മൾ പഠിച്ചിട്ടല്ലല്ലോ കാണുന്നത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുപോകില്ല, എന്നിട്ടല്ല നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ബോർഡിൽ തന്നെ മുന്നേ ചെയ്ത് കുറച്ചുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എ ബി കണ്ടുപിടിച്ചു. ഇനി ബി എ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ബി എ കണ്ടുപിടിക്കാൻ എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ്, രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് സെയിം ആണ്. അപ്പോൾ ഇവിടെ ബി എ ചെയ്യുമ്പോൾ ആണോ നോക്കുക. ബി എ ആകുമ്പോൾ ഫസ്റ്റ് മെട്രിക്സ് ബി ആണ്, അതിന്റെ നമ്പർ ഓഫ് കോളംസ് എന്താണ്? 2. രണ്ടാമത്തെ മെട്രിക്സ് എ ആണ്, അതിന്റെ നമ്പർ ഓഫ് റോസ് എന്താണ്? 2. 2 സെയിം ആണ്. സോ ഇവിടെ നമുക്ക് എ ബിയും ചെയ്യാം ബി എയും ചെയ്യാം. ഈ ബി എ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ വരും? ബി എന്ന മെട്രിക്സ് എന്താണ്? ഇങ്ങനെ വരും. ബി എന്ന മെട്രിക്സ് അതാണ് നമ്മൾ ബി എ എടുത്ത് 2 2 ആണ്. അപ്പോൾ സോറി, നമ്പർ ഓഫ് റോസ് ബിൻ്റെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 2 ആണ്. എന്റെ നമ്പർ ഓഫ് റോസും 2 ആണ്. അപ്പോൾ നമുക്ക് ബി എ ചെയ്യാൻ കഴിയും. ഓക്കെ, ഈ ബി എ ചെയ്യുമ്പോൾ
ബി എന്താണ് 1 to 4, ഞാൻ നിർത്തിയതുകൊണ്ട് 1 to 4 1. എ എന്താണ്, എ എന്ന് പറയുന്ന മാട്രിക്സ് 2 3 1 4 2 3 1 4. ഇനി ബി എ ചെയ്ത് നോക്കൂ. ബി എ ചെയ്യുമ്പോൾ എന്ത് വരും? ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക, ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളമായിട്ട് പ്ലേസ് ചെയ്യാം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ എന്ത് വരും? 1 into 2. ഇതിങ്ങനെ മൂവ് ചെയ്യും. ടോപ്പിൽ 1 ആണ്, നിബിൽ 2 ആണ്. ആ ടോപ്പ് 2ൻ്റെ അടുത്തേക്ക് പോകും, നിബ് 1ൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ ടോപ്പ് പോയത് 2ൻ്റെ അടുത്തേക്കാണ്, അന്ന് 2ൻ്റെ അടുത്തേക്കാണ് പോയത്. പ്ലസ് പിന്നെ ഇത് പോയത് ഇതിൻ്റെ അടുത്തേക്കാണ്, നിബ് പോയത് 1ൻ്റെ അടുത്തേക്കാണ്. 2 into 1. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത കോളമായിട്ട് ഇതിനെ പ്ലേസ് ചെയ്യാം. അടുത്ത കോളം എന്ന് പറയുന്നത് 3 4 ആണ്. അപ്പോൾ 1 2നെ ഇതേപോലെ എടുത്തിട്ട് 3 4ൻ്റെ കൂടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇത് വരും 1 into 3 plus 2 into 4. 1 into 3 plus 2 into 4. ഇനി അടുത്തത് സെക്കൻഡ് റോ. ഇനി നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ കോളം ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടിയിലോട്ട് പോകും. അപ്പോൾ 4 1, ഇനി 4 1ൻ്റെ എടുത്തിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 4 into 2 plus 1 into 1. 4 into 2 plus 1 into 1. ഇനി ഇതിനെ എടുത്തിട്ട് വീണ്ടും ഇതിനോട് പ്ലേസ് ചെയ്യാം. സെക്കൻഡ് കോളമായിട്ട് ഫസ്റ്റ് റോനെ സെക്കൻഡ് കോളം പ്ലേസ് ചെയ്യാം. 4 into 3 plus 1 into 4. 4 into 3 plus 1 into 4. ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് വരും? 1 into 2 2 into 1 2 2 plus 2. 1 into 3 3 plus 2 into 4. 2 into 4 എന്ന് പറയുന്നത് 8. ഇനി 4 into 2 8. 1 into 1 1. അപ്പോൾ 8 plus 1. പിന്നെ 4 into 3 12. 1 into 4 4. അപ്പോൾ 12 plus 4. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വരും 4 3 plus 8 11 8 plus 1 9 12 plus 4 16. സോ ഇതായിരിക്കും ബി എ എന്ന് പറയുന്ന മാട്രിക്സ്. ഓക്കെ, അപ്പോൾ എ ബി എന്ന മാട്രിക്സ് എന്ത് കിട്ടി? 14 7 17 6. ബി എന്ന് പറയുന്ന മാട്രിക്സ് എന്ത് കിട്ടി? 4 11 9 16. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, എ ബി ഈക്വൽ ടു ബി എ ആണ്. നമ്മൾ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തതും ബിയും എയും മൾട്ടിപ്ലൈ ചെയ്തതും സെയിം ആണോ? എ ബി ഈക്വൽ ടു ബി എ ആണോ? അല്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചെക്ക് ചെയ്താൽ തന്നെ മാറ്റമുണ്ട്. ഇവിടെ 14 ആണ്, അവിടെ 4 ആണ്. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ എ ബി ഈക്വൽ ടു എന്താവണം നിർബന്ധമില്ല, ബി എ ആവണം നിർബന്ധമില്ല. ചിലപ്പോൾ ആവാം, പക്ഷെ എപ്പോഴും എന്താവില്ല, ആവണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ആവാതിരിക്കാം. അതായത് നിങ്ങൾ ഇപ്പോൾ അഡീഷൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂട്ടേറ്റീവ് എന്നുള്ളൊരു പ്രോപ്പർട്ടി. അതായത് നിങ്ങൾ എ പ്ലസ് ബി സം ചെയ്യുന്നതും ബി പ്ലസ് എ സം ചെയ്യുന്നതും എന്താണെന്ന് നമ്മൾ അഡീഷൻ്റെ കേസിൽ പറഞ്ഞു. സെയിം ആണെന്ന് പറഞ്ഞിട്ട് അതിനൊരു പേരും കൊടുത്തു, കമ്മ്യൂട്ടേറ്റിവിറ്റി എന്നൊരു പേരും കൊടുത്തു. പക്ഷെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്തല്ല, നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അതായത് നിങ്ങൾ രണ്ട് മെട്രിക്സിനെ നേരെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതും എന്താണെന്നില്ല, സെയിം ആണെന്ന് നിർബന്ധമില്ല. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, മെട്രിക്സ് അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, പക്ഷെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് നിർബന്ധമില്ല, കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നിർബന്ധമില്ല. നിങ്ങൾ എ ബി മൾട്ടിപ്ലൈ ചെയ്യുന്നതും ബി എ മൾട്ടിപ്ലൈ ചെയ്യുന്നതും സെയിം മെട്രിക്സ് വരുന്ന യാതൊരു നിർബന്ധമില്ല. മേ ബി അത് ഡിഫറെൻറ്റ് മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്ത് എന്നുള്ള ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു കമ്മ്യൂട്ടേറ്റീവ് അല്ല, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല, പക്ഷെ മെട്രിക്സ് അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്നുള്ളതും ഓർത്ത് വെക്കുക. നമുക്ക് ഇതേപോലെ തന്നെ 3/3ൻ്റെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അതും ജസ്റ്റ് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം.